എറണാകുളം ആലുവ അമ്പാട്ടുകാവിൽ ബസ് സ്റ്റോപ്പിലേക്ക് ലോറി ഇടിച്ചു കയറിയ അപകടം 3 പേർക്ക് പരിക്കേറ്റു. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ലിഡിയ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അല്പസമയം മുൻപാണ് അപകടം. ആലുവ അമ്പാട്ടുകാവിലാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ലോറി ഇടിച്ചു കയറി അപകടമുണ്ടായിരിക്കുന്നത്. വലിയൊരു അപകടം എന്ന് തന്നെ വേണം പറയാൻ. 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിസ്സാരമായ പരിക്കുകളാണെങ്കിൽ പോലും വലിയൊരു അതായത് ഒരുപാട് പേർ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേനെ എന്നുള്ളതാണ്. ഈ ബസ് സ്റ്റോപ്പിലേക്ക് എടപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന ലോറി ഇടിച്ചു കയറുകയായിരുന്നു. ഈ ലോറി ഡ്രൈവർ പറയുന്നത് എതിരെ ഒരു ബസ് വന്നു, ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു ബൈക്ക് വന്നു, ആ ബൈക്കിനെ വെട്ടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല മുകളിൽ കൂടിയുള്ള വൈദ്യുതി ലൈനുകളും കാര്യങ്ങളും ഒക്കെ പൊട്ടിയ അവസ്ഥയിലാണ്. KCB ഉദ്യോഗസ്ഥരെത്തി ഈ വൈദ്യുതി കട്ട് ചെയ്തതിനു ശേഷമാണ് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തിയത്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇടിച്ച് ബസ് സ്റ്റോപ്പിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഈ ബസ് സ്റ്റോപ്പിന്റെ തറ എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറി വലിയൊരു അപകടം, വലിയൊരു ആഘാതം എന്ന് തന്നെ വേണം. കുറച്ച് ഭാഗത്തേക്ക് മാറി ഇതിന്റെ വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളുമൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ സൈഡിൽ, അതായത് ബസ് സ്റ്റോപ്പിന്റെ അരികിലായി നിന്ന 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇത് ഇടിഞ്ഞു വീണപ്പോൾ ഈ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ താഴേക്ക് വീണപ്പോൾ അത് കൊണ്ടും കാര്യങ്ങളുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അവർക്ക് നിസ്സാരമായ പരിക്കുകളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇത് ഒരു ഏകദേശം 4:15 മണി ആയിക്കാണുമായിരിക്കും. അന്നേരം ലോറിക്ക് ഫ്രണ്ട് ഏതോ ഒരു 2 വീലർ വന്ന് കയറി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോയി 2 വീലറുകാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വാഹനത്തിന് നിയന്ത്രണം വിട്ടുപോവുകയും ഇവിടെ സമീപത്തുണ്ടായ പോസ്റ്റിൽ ഇടിക്കുകയും അതുപോലെ ബസ് സ്റ്റോപ്പ് ഇടിച്ചു മാറ്റി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ അപകടം സംഭവിക്കുന്ന ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ബസ് വരികയും ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ അതിൽ കയറി പോവുകയും ചെയ്തുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ബസ് സ്റ്റോപ്പിലൊരു 3 നാട്ടുകാരായിട്ടുള്ള 3ഓളം ആളുകളവിടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ ഇടിച്ച് ആ ശബ്ദം കേട്ട് വാഹനം നിയന്ത്രണം വിട്ട് വരുന്നതെന്ന് കണ്ടതുകൊണ്ട് ഒരു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നാലും ഒരു ഇവിടെ വീണു, ഈ പീസുകളൊക്കെ തെറിച്ച് അങ്ങനെ പരിക്കുകളുണ്ടാവും. സാധാരണ വലിയ തിരക്കുള്ള ഒരു വളരെയേറെ തിരക്ക്. ഈ ബസ് സ്റ്റോപ്പിൽ ആളധികമുള്ള ബസ് സ്റ്റോപ്പാണത്. നാട്ടുകാർ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയമാണ്. പിന്നെ യാത്രക്കാരുണ്ടാവും. അങ്ങനെ നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അതിന് തൊട്ട് മുമ്പ് ബസ് വന്നതും. പിന്നെ നാട്ടുകാർ വരാൻ താമസിച്ചതാവാം. എന്തായാലും 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. അതുതന്നെയാണ്, വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. സാധാരണഗതിയിൽ ഈ ഒരു വൈകുന്നേരം സമയമാണ്, ആളുകൾ വന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ വന്ന് ബസ് കയറി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ ഈ ലോറി അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ആളുകൾ ബസ്സിൽ കയറി പോയതിനാലാണ് വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ ഒരു ഭാഗ്യം കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെ വലിയ ഗതാഗത കുരുക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഗതാഗത കുരുക്കും കാര്യങ്ങളുമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നല്ല വ്യാപ്തിയുള്ള ദൃശ്യങ്ങളിൽ, എന്നാൽ അത്രത്തോളം സാരമുള്ള പരിക്കല്ല പരിക്കേറ്റവർക്കെന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ലിഡിയയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.